എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താരംഗം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 മാർച്ച് 22-ന് ഇറാൻ ഇസ്രായേലിലെ ദിമോണ, അരാദ്, അറദ് എന്നീ നഗരങ്ങൾക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തെയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വാർത്താ സ്ക്രിപ്റ്റ് താഴെ നൽകുന്നു. യുദ്ധം തുടങ്ങി 21-ാം ദിവസം, ലോകം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ രാത്രി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളായ ഡിമോണയിലും അരാദിലും പതിച്ചു. 180 ഓളം പേർക്ക് പരിക്കേറ്റു, അതിൽ ഒരു 12 വയസ്സുകാരനും 5 വയസ്സുകാരിയും ഉൾപ്പെടുന്നു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് എന്നിവയ്ക്ക് ഈ മിസൈലുകളെ തടയാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇത് ഏതെങ്കിലും പുതിയ ആയുധമല്ല, മറിച്ച് സാധാരണ ഇറാനിയൻ മിസൈലുകൾ തന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ ആകാശസീമ ഭേദിച്ചത്. ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഡിമോണക്ക് സമീപം മിസൈലുകൾ പതിച്ചത് വലിയ തന്ത്രപരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ആണവനിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടം വരെ മിസൈലുകൾ എത്തിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഈ ആക്രമണം കേവലം ഒരു തിരിച്ചടി മാത്രമല്ല. ശനിയാഴ്ച രാവിലെ ഇറാനിലെ നാതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പകരമായാണ് ഇറാൻ ഡിമോണയെ ലക്ഷ്യം വെച്ചത്. കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്ന പുതിയൊരു യുദ്ധതന്ത്രത്തിലേക്കാണ് ഇറാൻ നീങ്ങുന്നത്. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക താവളമായ ഡീഗോ ഗാർഷ്യക്ക് നേരെയും ഇറാൻ മിസൈലുകൾ അയച്ചു. 4000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ അയക്കാനുള്ള തങ്ങളുടെ ശേഷി ഇതിലൂടെ ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനുനേരെ 48 മണിക്കൂർ അന്ത്യശാസനം അൾട്ടിമേറ്റം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ ലോകത്തെ എണ്ണ വിതരണം പ്രതിസന്ധിയിലാവുകയും എണ്ണവില 70% വർദ്ധിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും വലിയ സാമ്പത്തിക ആഘാതമുണ്ടാക്കുന്നുണ്ട്. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾക്കായി ഈ കടലിടുക്കിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇറാൻ തങ്ങളുടെ മിസൈലുകൾ വിവേചനപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. തങ്ങളുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടന്നുപോകാൻ അവർ അനുമതി നൽകുന്നുണ്ട്. ഇത് അമേരിക്കയും ഏഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇറാൻ നടത്തുന്ന തന്ത്രമാണ്. യുദ്ധം പകുതി ദൂരം പിന്നിട്ടിട്ടേയുള്ളൂവെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറയുമ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വാഷിംഗ്ടൺ. എന്നാൽ റഷ്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് എണ്ണവില വർധനവ് സാമ്പത്തികമായി ഗുണം ചെയ്യുന്നുണ്ട്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ്. ചുരുക്കത്തിൽ, ഡിമോണയിലെ പ്രതിരോധ പരാജയവും ട്രംപിന്റെ അന്ത്യശാസനവും ഈ യുദ്ധത്തെ കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.